ഗൊറില്ല 450 അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ ലോഞ്ച് ആയിരിക്കുന്നതാണ്. ഇത് ബ്രാവ ബ്ലൂ എന്ന് പറഞ്ഞ വണ്ടിയുടെ ടോപ്പ് വേരിയൻ്റ് ആണ്. വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഹെഡ് ലാംപ്സും സൈഡ് ഇൻഡിക്കേറ്റേഴ്സും LED ആണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഷെർപ്പയുടെ തന്നെ സ്പെഷ്യലി ട്യൂൺഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കിൽ സ്വിച്ചും റൈഡിങ് മോഡ്സും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് റൈഡിങ് മോഡ്സാണ് ഇതിൽ വരുന്നത്, പെർഫോമൻസ് മോഡും എക്കോ മോഡും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് ലാമ്പ് സ്വിച്ചസും സൈഡ് ഇൻഡിക്കേറ്റർ സ്വിച്ചസും പിന്നെ ഹോണും കൊടുത്തിട്ടുണ്ട്. 11 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അറൌണ്ട് 28 to 30 ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. അത്യാവശ്യം കേർവി ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ഓഫ് റോഡും ഓൺ റോഡും ഒരേപോലെ റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ സീറ്റിംഗ് പോസ്റ്ററാണ് ഇതിൽ വരുന്നത്. പിന്നെ ഷെർപ്പയുടെ സ്പെഷ്യലി ട്യൂൺഡ് എഞ്ചിനാണ്. ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 170 ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വേറൊരു വേരിയൻറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 വേരിയൻ്റാണ് ഇതിൽ വരുന്നത്. ഡാഷ്, ഫ്ലാഷ്, അനലോഗ്. അതിൽ 3 കളേഴ്സിലാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സിംഗിൾ ടൈപ്പ് മോണോഷോക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സോസിനോടൊന്ന് കേൾക്കാം. അപ്പുറത്ത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗായ്സ്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഒരു ഓഫ് റോഡ് ലുക്കിലോ ഓൺ റോഡ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ഒരു സ്പോർട്ടി ലുക്കിലാണ് ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ. ഭയങ്കര അട്രാക്റ്റീവ് ആണ് എൻ്റെ ഒരു ബാക്കിൽ നിന്നുള്ള വ്യൂ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.